ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിൽ മിക്സഡ് അഭിപ്രായം നേടിയ മലയാള സിനിമയാണ് പേട്രിയറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാ ഗോപൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി എന്നിങ്ങനെ മൾട്ടി സ്റ്റാർ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ഞായറാഴ്ച കൂടിയായ 3-ാം ദിവസമാണ് പിന്നിടുന്നത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെയും 2-ാം ദിവസത്തെയും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ ദിവസം ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 8,50,00,000 രൂപയായിരുന്നു. എന്നാൽ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കളക്ഷൻ വിവരങ്ങൾ പ്രകാരം 28,60,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് 28,05,00,000 രൂപയായിരുന്നു. 2-ാം ദിവസം എന്നാൽ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 5,25,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 13,75,00,000 രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 2-ാം ദിവസം എന്നാൽ ശനിയാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി സിനിമ നേടിയെടുത്തത് 18,40,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 47 കോടിക്ക് മുകളിലാണ് പേട്രിയറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 3-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്നും കേരളത്തിൽ 5 കോടിക്ക് മുകളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വീക്കെൻഡ് കേരള കളക്ഷനായി സിനിമ 18,75,00,000, 19 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18-20 കോടി റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 65-67 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. മറാഠ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ശിവാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഹൃദേശ് ദേശ്മുഖ് തിരക്കഥ സംവിധാനം ചെയ്ത് മറാത്തിയിലും ഹിന്ദിയിലും ഒരേ സമയം തിയേറ്ററിലെത്തിയ സിനിമയാണ് രാജാ ശിവാജി. ഹൃദേശ് ദേശ്മുഖ് ടൈറ്റിൽ റോളിൽ അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിൽ സഞ്ജയ് ദത്ത്, അഭിഷേക് ബച്ചൻ, വിദ്യാ ബാലൻ, മഹേഷ് മഞ്ചരേക്കർ, ഫർദീൻ ഖാൻ എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. സിനിമയുടെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 2 ദിവസം കൊണ്ട് 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 27,39,00,000 രൂപയാണ്. ഇതിൽ 19 കോടി 13 ലക്ഷം മറാത്തി പതിപ്പിൽ നിന്നും 8 കോടി 24 ലക്ഷം ഹിന്ദി പതിപ്പിൽ നിന്നുമാണ്. സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ധനുഷ് നായകനായി വിഘ്നേഷ് രാജ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 30 തിയേറ്ററിലെത്തിയ തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കര. ഈ സിനിമയുടെ വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 3 ദിവസം കൊണ്ട് 15 കോടി 42, കർണാടകയിൽ 1 കോടി 99, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 4 കോടി 25, കേരളത്തിൽ 37 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 21 ലക്ഷം എന്നിങ്ങനെ 22 കോടി 24 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $8 ലക്ഷം, അതായത് 7 കോടി 60 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 29 കോടി 84 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 4-ാം ദിവസം ഇന്ന് ഞായറാഴ്ച തമിഴ്നാട്ടിൽ 5-5.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 4 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 21 കോടി റേഞ്ചിൽ എത്തിക്കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 4 ദിവസം കൊണ്ട് 40 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. അക്ഷയ് കുമാർ, പരേഷ് റാവൽ, ജിഷു സെൻഗുപ്ത, ടബു, വാമിക ഗബ്ബി, രാജ്പാൽ യാദവ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 16 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ വരെയുള്ള 16 ദിവസം കൊണ്ട് 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 10 കോടി 5, തെലങ്കാനയിൽ 4 കോടി 68, തമിഴ്നാട്ടിൽ 1 കോടി 49, ആന്ധ്രയിൽ 50 ലക്ഷം എന്നിങ്ങനെ 16 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 169 കോടി 65 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് $5.78 മില്യൺ, അതായത് 54 കോടി 86 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 224 കോടി 51 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയ്ക്കാണ്. 130 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാഴ 2 തിയേറ്ററിലെത്തിയിട്ട് 5-ാമത്തെ ഞായറാഴ്ച കൂടിയായ 32 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്നലെ വരെയുള്ള 31 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 127 കോടി 77 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന്റെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് തെലുങ്കിൽ നിന്ന് കളക്ട് ചെയ്തത് 5 കോടി 47 ലക്ഷം രൂപയാണ്. തെലുങ്ക് പതിപ്പിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് 3 കോടി 50 ലക്ഷം രൂപയാണ്. നിലവിൽ തെലുങ്ക് ഷെയറായി 2 കോടി 68 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതേസമയം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് 60-65 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 32 ദിവസം കൊണ്ട് കേരളത്തിൽ 128 കോടി 30 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 233-234 കോടി റേഞ്ചിലാണ്. സൈജു ഗ്രൂപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ചിത്രം ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 23 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 25 കോടി 71 ലക്ഷം രൂപയായിരുന്നു. 24-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 60 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 26 കോടി 30 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 43-44 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.